Hi, good afternoon, all of you. Good afternoon, sir. Good afternoon, sir. Okay, നമുക്ക് ഒരു 2 മിനിറ്റ് Good വെയിറ്റ് ചെയ്യാം afternoon, sir. കൂടിയൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷൻ ആരംഭിക്കാം. നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ 2ാം ഭാഗവുമാണ് ഇന്നുള്ളത്. നാളെ മുതലാണ് നിങ്ങൾക്ക് പഠന സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ക്ലാസിന്റെ സമയം എന്ന് പറയുന്നത് 1:30 മുതൽ 3:30 വരെ 2 മണിക്കൂർ ക്ലാസ്സാണുള്ളത്. അതിൽ 1:30 മുതൽ 2:30 വരെ ഒരു അധ്യാപികയും
2:30 മുതൽ 3:30 വരെ രണ്ടാമത്തെ അധ്യാപിക. അങ്ങനെ 2 അധ്യാപികമാരായിരിക്കും ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. വീക്കെൻഡ് ഡേയ്സ്, ശനി ഞായർ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതുവരെയും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള വിവിധ നമ്മുടെ ജീവനക്കാരായ പ്രതിനിധികളാണ്. അപ്പോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അതിന്റെ ആശയവിനിമയത്തിലോ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിനും ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്റെ പേര് ജയദേവ് എന്നാണ്. ഞാൻ സ്മാർട്ട് ശ്രീയുടെ മാനേജിംഗ് പാർട്ണറാണ്. കഴിഞ്ഞ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് ശ്രീ പ്രവർത്തിച്ചു വരുന്നു. ഏറ്റവും സാധാരണക്കാരായവരിൽ സാധാരണക്കാർക്ക് പഠന സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള വിഷയം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ ഓരോ കോഴ്സുകളും അതുപോലെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും സാധാരണക്കാരായവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ ഇല്ലാതെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അക്കാദമിക് നിലവാരത്തോടു കൂടിയിട്ട് ബന്ധപ്പെട്ട പഠന മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് വിശദീകരിക്കാം. ഞാൻ വിശദീകരിക്കുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ആമി മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്താലേ ബാക്കിയുള്ളവർക്ക് അത് കേൾക്കുന്നതിൽ ഡിസ്റ്റർബൻസ് വരും. റെക്കോർഡ് ക്ലാസ്സിലും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് നിങ്ങളോട് സംസാരിക്കാം. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവസാനത്തെ ചോദ്യത്തിന്റെയും മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. അത് എത്ര സമയമെടുത്താൽ. ഓക്കെ, അപ്പോ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ, ആശങ്കകൾ, എവിടെ നിന്നെങ്കിലും കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ആധികാരികമായിട്ടുള്ള വിവരം ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ജീവനക്കാരെയും വിളിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് തരാം. നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 9235 9235 9235 700 300. ഒന്നും കൂടി പറയൂ സർ. 9235 700 300. ഞാന് ആ നമ്പർ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. 9235 700 300. നിങ്ങളിപ്പോ വിദ്യാർത്ഥികളാണല്ലോ, ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ചില ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ അവസാനത്തെ ഒരു കോഴ്സ് ചെയ്യലായിരിക്കും ഇത്. കാരണം ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കോഴ്സ് ചെയ്യണമെന്നും പഠിക്കണമെന്നും ജോലി നേടണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ജോലി ചെയ്യാം, പഠിക്കാം എന്നുള്ളത് കൊണ്ട് ഈ കോഴ്സിൽ ചേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇല്ലേ? നമ്പർ കൂടി നോട്ട് ചെയ്യാം. 9235 700 300. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 35 വയസ്സുള്ള ഒരു മകള്. 9235. ഓക്കെ, 92 വയസ്സുള്ള മുത്തച്ഛൻ ആകാശത്ത് 700 നക്ഷത്രങ്ങളെ 700 നക്ഷത്രങ്ങളെ എണ്ണിയിട്ടുണ്ട്.
മകള് 35 വയസ്സുള്ളൂ. അതുകൊണ്ട് 300 നക്ഷത്രങ്ങളെ എണ്ണിയിട്ടുള്ളൂ. 92, 35, 700, 300. ഇതൊരു മെമ്മറി ടെക്നിക്കാണ്. ആ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കോഴ്സ് കഴിയുന്നത് വരെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നമ്പറാണ്. ഈ കോഴ്സ് കഴിയുന്നത് വരെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു നമ്പറാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ നമ്പർ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, റൈറ്റ്. അപ്പോ സാറിന്റെ പേരൊന്നുകൂടെ ഇനി പറയൂ. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ കോഴ്സ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ്. രണ്ടാമത്തെ കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 2 കോഴ്സുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ലോകത്തിലുള്ള വേറെ ഏത് ജോലി പഠിച്ചാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ജോലി മാത്രമായിരിക്കും. നിങ്ങള് പാചകം പഠിക്കാൻ പോയി. പാചകം പഠിക്കാൻ പോയാൽ നിങ്ങൾ ആരാകും? പറഞ്ഞേ, ആരാകും? പാചകക്കാരനാകും. പാചകക്കാരനാകും. നിങ്ങൾ DTP പഠിക്കാൻ പോയി. നിങ്ങൾ ആരാകും? DTP ഓപ്പറേറ്റർ ആകും, ഇല്ലേ? Yes, sir. Yes, sir. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ ആരാകും? 19 ജോബ് റോളുകൾ, 15 മുതൽ 19 ജോബ് റോളുകളിലേക്കുള്ള 19 തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഈ ഒരൊറ്റ കോഴ്സ് പഠിച്ചാൽ. അതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. ഇങ്ങനൊരു കോഴ്സ് ഒരു 5-6 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കോഴ്സിന് പ്രാധാന്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലും ഹോസ്പിറ്റലുകളില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് അന്ന് പ്രാധാന്യം ഇല്ലാതിരുന്നത്? 2024 കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് പോളിസി പ്രകാരം ഹോസ്പിറ്റലുകൾക്ക് ഒരു റാങ്കിങ് ഉണ്ട്. നമ്മുടെ ഹോട്ടലുകൾക്ക് റാങ്കിങ് നിങ്ങൾ കേട്ടിട്ടില്ലേ? 3 സ്റ്റാർ ഹോട്ടൽ, 2 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ. അതുപോലെ ഹോസ്പിറ്റലുകൾക്കും ഒരു റാങ്കിങ് ഉണ്ട്. ആ ഹോസ്പിറ്റലുകളുടെ റാങ്കിങ്ങിന് കുറെ നോംസ് പറയുന്നുണ്ട്. അതിൽ ഒരു നോംസ് ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസ്, വൈദഗ്ധ്യം നേടിയിട്ടുള്ള ജീവനക്കാർ. വൈദഗ്ധ്യം നേടിയിട്ടുള്ള ജീവനക്കാരിൽ ഹോസ്പിറ്റലുകളിൽ 2 തരം ജീവനക്കാരാണ് ഉള്ളത്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, രണ്ടാമത്തേത് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവര്, ആരോഗ്യേതര മേഖലയിൽ പ്രവർത്തിക്കുന്നവര്. ഓരോ ഹോസ്പിറ്റലിന്റെയും 35% മുതൽ 40% വരെ നോൺ മെഡിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ, സൂപ്പർവിഷൻ, മാനേജീരിയൽ തസ്തികകൾ, ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന നടത്തിപ്പുകൾ, ആ നടത്തിപ്പുകളുടെ ചുമതല ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. സോമൻ ചേട്ടന്റെ പലചരക്ക് കട, സോമൻ ചേട്ടൻ ഹർത്താൽ വന്നാൽ തുറക്കൂല, അടച്ചിടും. ഞായറാഴ്ച പുള്ളിക്ക് ലീവ് വേണമെന്ന് തോന്നി, പുള്ളി അത് അടച്ചിടും. പക്ഷെ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ അടച്ചിടാൻ പറ്റും? ഒരു ഹോസ്പിറ്റൽ അതിന്റെ ലൈഫ് ടൈം തുടങ്ങിയാൽ ആ ഹോസ്പിറ്റൽ അവസാനിപ്പിക്കുന്നത് വരെ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോ ഉത്തരവാദിത്വങ്ങളുടെ, ചുമതലകളുടെ, കടമകളുടെ വലിയ ഒരു നിരയാണ്. അവിടെ പിന്നെ വിശ്രമമില്ല. അപ്പോ ആ വിശ്രമമില്ലാത്ത പ്രവർത്തനം ആസൂത്രണം ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നടപ്പാക്കുക എന്നുള്ള കർത്തവ്യമാണ് ആർക്കുള്ളത്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കുള്ളത്. അവർക്ക് ഫ്രണ്ട് ഓഫീസ് മുതൽ ബാക്ക് എൻഡ് വരെ, HR ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി മാനേജ്മെന്റ്, സൂപ്പർവിഷൻ, ഫ്രണ്ട് ഓഫീസ് തുടങ്ങി ബാക്ക് എൻഡ് വരെയുള്ള 19ഓളം ജോബ് റോളുകളാണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഓക്കെ, വലിയ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. വേറെ ഏത് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലിയാണ് കിട്ടുക. ഈ കോഴ്സ് ചെയ്താൽ 19 ജോലി തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുക. കോഴ്സിന്റെ കാലാവധി ഡിപ്ലോമക്കാർക്ക് 6 മാസവും പോസ്റ്റ് ഗ്രാജുവേറ്റുകാർക്ക് 10 മാസവുമാണ് കോഴ്സിന്റെ കാലാവധി. ഡിപ്ലോമക്കാരുടെ ഫീസ് എന്ന് പറയുന്നത് 7000 രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 7000 രൂപയും, PGക്കാർക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ 13000 രൂപയുമാണ് ഫീസ്. ഓക്കെ,
1000 രൂപ ആദ്യത്തേത് രജിസ്ട്രേഷൻ ഫീസാണ്. രജിസ്ട്രേഷൻ ഫീസ് ഒരു കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അടച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ആ ഫീസ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻ അതോറിറ്റി നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിൽ അടച്ചുപോയി. ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമും അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു പോയി. അത് ഓൾറെഡി ചെലവായി പോയ പൈസയാണ്. അതുകൊണ്ടാണ് ആ പൈസ റീഫണ്ടബിൾ അല്ല എന്ന് പറഞ്ഞത്. ബാക്കി 7000 രൂപയിൽ 1000 രൂപ വീതമുള്ള 6 മാസ തവണകളായി നിങ്ങൾക്ക് ഫീസ് അടക്കാം. ഓക്കെ, ഒരുമിച്ചാണ് നിങ്ങൾ ഫീസ് അടക്കുന്നതെങ്കിൽ 7000 രൂപ അടക്കേണ്ടതില്ല. 6000 രൂപ അടച്ചാൽ മതി. 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ആ ഓഫർ ജനുവരി 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. PGക്കാർക്ക് 13,000 രൂപക്ക് പകരം 12,000 രൂപ അടച്ചാൽ മതി ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ. അതും ജനുവരി 5-ാം തീയതി വരെ നിങ്ങൾക്ക് ആ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ട പൈസ എന്ന് പറയുന്നത് എക്സാമിന് ഡിപ്ലോമക്കാർക്ക് ഒരു 1300 രൂപ എക്സ്ട്രാ ഫീസ് അടക്കണം. അത് 7-ാമത്തെ മാസം. PGക്കാർക്ക് 1600 രൂപ എക്സ്ട്രാ ഫീസ് അടക്കണം. ഈ ഫീസുകളാണ് സ്ഥാപനത്തിൽ നിന്ന് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളുണ്ട്, ടെക്സ്റ്റുകളുണ്ട്. ടെക്സ്റ്റ് ഒരു കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റ് നിർബന്ധമായും എല്ലാവരും വാങ്ങിയിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ സ്കിൽ കോഴ്സിനും സ്റ്റഡി മെറ്റീരിയൽ അതിന്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഭാഗമായിട്ടാണ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിഷ്കർഷിക്കുന്നത്. അത് മാത്രവുമല്ല, ജോലിക്ക് കയറിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അടുത്തത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ 2 തരത്തിലുള്ള സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്ന് RSDCA സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് SGC കാനഡയുടെ സർട്ടിഫിക്കറ്റ്. RSDCA സർട്ടിഫിക്കറ്റിന് പ്രത്യേകം ഫീസ് ഒന്നും നിങ്ങൾ അടക്കേണ്ടതില്ല. എക്സാം ഫീസ് അടക്കുന്ന ഈ ഫീസിനകത്ത് അതുകൂടി അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾക്ക് ആ ഫീസിൽ തന്നെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ അത് എല്ലാവർക്കും കിട്ടും. SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല. SDC കാനഡയുടെ സർട്ടിഫിക്കറ്റ് ഓപ്ഷണൽ ആണ്. ആവശ്യമുള്ള ആളുകൾ മാത്രം മേടിച്ചാൽ മതി. വിദേശത്ത് ജോലി ലഭിക്കും, ജോലി നേടും, അതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ളവർ മാത്രം മേടിച്ചാൽ മതി. അപ്പോ 2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സുകൾ പ്രീമിയം കോഴ്സുകളായിട്ടാണ് വിലയിരുത്താറുള്ളത്. അതുകൊണ്ടാണ് വിദേശത്തേക്ക് പോകുന്നവർ ആ സർട്ടിഫിക്കറ്റ് കൂടി മേടിക്കണം എന്ന് പറയുന്നത്. 140-ലേറെ രാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് SDC കാനഡ എന്ന് പറയുന്നത്. നമ്മുടെ സർട്ടിഫിക്കറ്റിന് 6 ഫീച്ചറാണ് ഉള്ളത്. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ബോഡി ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് അത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. അതൊരു QR കോഡ് ഉണ്ടാകും. ലോകത്തിന്റെ ഏത് കോണിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താലും അവിടെ ഇരുന്ന എംപ്ലോയർക്ക് ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ പേര്, വിലാസം, നിങ്ങളുടെ അക്കാദമിക് യോഗ്യത, ഈ കോഴ്സിലെ നിങ്ങളുടെ പെർഫോമൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡിയുടെ വെബ്സൈറ്റിൽ അവർക്ക് അവൈലബിൾ ആകും. നാലാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് സിട്രോൺ എന്ന് പറയുന്ന കമ്പനിയാണ്. സിട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭ്യമാകുന്നത്. ഓക്കെ, അടുത്തത് SDC കാനഡയുടെ PG കോഴ്സിന് സർട്ടിഫിക്കറ്റ് 1800 രൂപയാണ് അടക്കേണ്ടത്. 1500 രൂപ SDC കാനഡയുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന്. അത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ മതി. പക്ഷെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ പറയണം. അതിനുശേഷം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് കിട്ടിയത് വരില്ല. കാരണം 2 സർട്ടിഫിക്കറ്റിൽ 2 ഡേറ്റ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കാം, വിദേശത്ത് 6 മാസം കഴിയുമ്പോൾ പോകുള്ളൂ, അപ്പൊ മേടിക്കാന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും അതിലുള്ളത്. അപ്പൊ 2 സർട്ടിഫിക്കറ്റ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വാങ്ങാനായി പാടില്ല. വാങ്ങുമ്പോൾ 2 സർട്ടിഫിക്കറ്റ് ഒരുമിച്ച് വാങ്ങണം എന്നുള്ളവർ, അല്ലെങ്കിൽ RSDCയുടെ
സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ചാൽ മതിയാകും. ഓക്കെ, അടുത്ത ഭാഗം. നിങ്ങൾക്ക് ക്ലാസുകൾ നയിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഇൻഡസ്ട്രി എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാരാണ്. ആ ടീച്ചർമാരുടെ ക്ലാസ്സുകൾ നല്ലതാണെങ്കിൽ നല്ലത് എന്ന് നിങ്ങൾ പറയുക, മോശമാണെങ്കിലോ മോശം എന്ന് പറഞ്ഞേക്കുക. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായില്ല, ഏതെങ്കിലും പാഠഭാഗങ്ങൾ കൂടുതൽ ആവർത്തിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ടീച്ചർ, എനിക്ക് ആ ക്ലാസ് മനസ്സിലായില്ല എന്ന് തന്നെ പറയുക. ഓക്കെ, സംശയങ്ങളുള്ളവർക്ക് രണ്ട് രീതിയിൽ സംശയങ്ങൾ തീർക്കാം. നമ്മുടെ ക്ലാസിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഓരോ 1 മണിക്കൂറിലും ആദ്യത്തെ 50 മിനിറ്റ് ക്ലാസ് എടുക്കുകയും ലെക്ചറിങ് നടത്തുകയും അവസാനത്തെ 10 മിനിറ്റ് സംശയങ്ങൾക്കുള്ള മറുപടികൾ പറയുകയുമാണ്. അവസാനത്തെ 10 മിനിറ്റ് സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ആദ്യത്തെ 50 മിനിറ്റുള്ള സംശയങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവസാനത്തെ 10 മിനിറ്റിൽ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഫീസിന്റെ കാര്യം പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞു, കോഴ്സ് ഡ്യൂറേഷന്റെ കാര്യം പറഞ്ഞു. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമുകൾ എല്ലാവരും തന്നെ എഴുതേണ്ടതാണ്. എല്ലാവരും എഴുതേണ്ടതാണ്. ഒരു തവണ മൊഡ്യൂൾ എക്സാം എഴുതാൻ സാധിച്ചില്ല എങ്കിൽ തൊട്ടടുത്ത ആഴ്ചയിൽ ഉണ്ടാവും ആ എക്സാം എഴുതണം. ഈ മൊഡ്യൂൾ എക്സാമുകളും മോഡൽ എക്സാമുകളും നമ്മൾ നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ടാണ്. നടത്തുന്നത്. എന്നാൽ മെയിൻ എക്സാം നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റർമാർ ആ ക്ലാസ്സുകളിൽ ഉണ്ടാകും. ഒരു കാരണവശാലും തെറ്റായ ഒരു മാൽ പ്രാക്ടീസ് ആ ക്ലാസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിചാരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ ഇരുന്ന് ഫ്രണ്ടിലത്തെ വാതിൽ അടച്ചിട്ടുണ്ട്, ബാക്കിലത്തെ വാതിൽ അടച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കോ ഗൈഡോ ഒക്കെ തുറന്നു വെച്ചിട്ട് എക്സാം എഴുതിയാലോ എന്നൊരു ആലോചന വന്നാൽ അത് തെറ്റാണ്. നിങ്ങളുടെ വീഡിയോ, ലൈവ് സ്ട്രീമിംഗ് വീഡിയോ റെക്കോർഡഡ് ആണ്. നിങ്ങളുടെ നോട്ടത്തിലോ ഭാവത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ സർട്ടിഫിക്കേഷൻ കൗൺസിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. അപ്പോ ആ കാര്യത്തിൽ അതിന്റെ ഭാഗമായി ജാഗ്രത ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ഭാഗം പറയാനുള്ളത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരു 3 മാസത്തെ ഇന്റേൺഷിപ്പ് എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പ് എടുക്കുന്നത്? നിങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്? തിയറിയാണ് പഠിക്കുന്നത്. ഈ കാര്യങ്ങൾ ജോലി ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് ജോലിയിൽ കൂടി പോകുന്നത്? ആ അനുഭവ പരിചയത്തിലൂടെ, ആ തോട്ട് പ്രോസസ്സിലൂടെ അത് നിങ്ങൾ പോകണ്ടേ? ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ നിങ്ങൾ പോകണം. അപ്പൊ അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഒരു ഓഫർ ലെറ്റർ തരുന്നതാണ്. ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ, ഹോസ്പിറ്റലുകളുടെ ഡാറ്റ കുറെയൊക്കെ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾക്ക് തരുന്നതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നിങ്ങളുടെ വീടിനടുത്തൊക്കെയുള്ള ഹോസ്പിറ്റലുകളെ അന്വേഷിക്കുക. അവർ ഇന്റേൺഷിപ്പിന് ആളെ എടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കാതെ ഒരു ലേബറെ കിട്ടുന്ന ഒരു കാര്യമാണ്. 3 മാസവും ഒരു പൈസ കൊടുക്കാതെ ലേബറെ കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റേൺഷിപ്പിന്റെ ആളുകളെ കയറ്റാൻ അവർക്ക് വലിയ താല്പര്യമാണ്. ഇപ്പോ കുറെ ഹോസ്പിറ്റലുകാർ മാസം 1000 രൂപ അങ്ങോട്ടേക്ക് മേടിച്ചിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്റേൺഷിപ്പ് ചെയ്താൽ 2 തരത്തിൽ ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഒരു നല്ല പെർഫോമർ ആണെങ്കിൽ ഒരു പക്ഷെ ഇന്റേൺഷിപ്പ് എടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിച്ചേക്കാം. ഓക്കെ, ഇന്റേൺഷിപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നതിന് ഒരു തടസ്സവുമില്ല. ഈ കോഴ്സ് ചെയ്യുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് മാനദണ്ഡമല്ല. പക്ഷെ നിങ്ങളോട് ആ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾക്കൊരു പ്രായോഗിക പ്രവർത്തന പരിചയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വനിതാ മാസികയിലെ വനിതയില് ചിക്കൻ കറി വെക്കാൻ പഠിക്കൂലേ? അപ്പൊ വായിക്കൂലേ? ചിക്കൻ 1.5 കിലോ, പിന്നെയോ വെളുത്തുള്ളി 200 ഗ്രാം, ഇഞ്ചി 200, ഇതൊക്കെ വായിച്ച് പഠിച്ചു. ചിക്കൻ കറി വെക്കാൻ നമ്മ ചെന്നു, ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ച് സവാള ഇട്ട് കഴിയുമ്പോഴാണ് ഒരു സംശയം, എന്ത് തീ സിമ്മിലിടണോ ഫുൾ ഫയറിലിടണോ?
കൂട്ടിയിടണം കുറച്ചിടണം. സവാള എന്തോരം നേരോട്ട് വഴറ്റണം. സംശയം പഠിച്ചിട്ടുണ്ടെന്ന് പണി ചെയ്തപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. ഇന്റേൺഷിപ്പ് അതുപോലെ തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് വരും. ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ പ്രായോഗികമായി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യത്തെ 2 മോഡ്യൂൾ കഴിയുമ്പോൾ 3-ാമത്തെ മാസം നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ട്. അത് നിങ്ങളുടെ ഒരു വൈവ എക്സാമിന്റെ ഭാഗമായിട്ടാണ്. ആ ആക്ടിവിറ്റി ബുക്ക് നിങ്ങൾ എല്ലാവരും ആക്ടിവിറ്റി ചെയ്യണം. ചെറിയ ആക്ടിവിറ്റികളാണ്, നിങ്ങൾ പുസ്തകത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആ ആക്ടിവിറ്റി ബുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും. അത് 3 മാസം കഴിയുമ്പോഴാണ്. അത് നമ്മുടെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കും. ഓക്കെ. എക്സാമിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ID കാർഡ് ഉണ്ട്. ആ ID കാർഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതൊരു ഡിജിറ്റൽ ID കാർഡാണ്, ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡാണ്. ആ ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ എക്സാമിന്റെ സമയത്ത് അപ്ലോഡ് ചെയ്യണം. മോഡൽ എക്സാമിനല്ല, മെയിൻ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്ത് മാത്രമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇത്ര എൻറോൾമെന്റിലുള്ള സ്റ്റുഡന്റ് ആണ് എന്ന് സർട്ടിഫിക്കേഷൻ കൗൺസിലിന് അത് ധാരണയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എക്സാം ഫീസിനോടൊപ്പം 100 രൂപ ഐഡന്റി കാർഡിന്റെ കൂടി ആ സമയത്ത് അടച്ചാൽ മതി. ഇപ്പോഴെങ്കിലും അടക്കേണ്ടതില്ല. ഓക്കെ. അടുത്തത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്ലേസ്മെന്റ് നമുക്ക് 3 രീതിയിലുണ്ട്. പ്ലേസ്മെന്റിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം, ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ലൈവ് ക്ലാസ് ആണ്, പക്ഷെ ഈ ക്ലാസ് കാണാനായി പറ്റാത്ത ആളുകൾ, ഈ സമയത്ത് ഫ്രീ ആകാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇവിടെയുള്ള ഓരോ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ആയി നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ഗൂഗിൾ ക്ലാസ് റൂമിൽ ലഭിക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സുകൾ, ഇന്നിപ്പോ തിങ്കളാഴ്ചയാണ്, ഇന്നത്തെ ക്ലാസ്സുകൾ ലഭിക്കുന്നത് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിരിക്കും. അപ്പോ വെള്ളിയാഴ്ചത്തെ ക്ലാസ് ആണെങ്കിൽ ശനിയാഴ്ച ഉച്ചക്കായിരിക്കും കിട്ടുന്നത്. അല്ലാതെ അതിനു മുമ്പ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം ഗൂഗിൾ മീറ്റിൽ നിന്ന് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് രാത്രി 12 മണിക്കാണ്. സോ പിറ്റേ ദിവസം അത് കംപ്രസ് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണം ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ സമയം എടുക്കുന്നത്. പിന്നെ ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ക്ലാസ്സിനകത്ത് പഠിക്കുന്നതിൽ ഭൂരിപക്ഷം പേര് ഒരു പ്രത്യേക ജീവിവർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഏതാണ് ആ ജീവിവർഗം? രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്താലും ഒരു പണിയും തീരാതെ, ഒട്ടും സമയമില്ലാതെ, വീടിന്റെ മുറ്റത്തേക്ക് പോലും കാലെടുത്ത് വെക്കാൻ സമയമില്ലാത്ത ഒരു ജീവിവർഗമുണ്ട് കേരളത്തിൽ. ആരാണത്? ആരെങ്കിലും പറയാമോ? പറയോ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. ചോദിച്ചാലേ ഒരു പണിയില്ല എന്ന് പറയും. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് നട്ടിൽ നിവർത്താനായിട്ട് പറ്റൂല. അപ്പൊ അത്രയും അങ്ങനെയുള്ള ആളുകൾ ഈ ക്ലാസ്സിനകത്ത് പഠിക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്, കോളേജ് പഠനകാലത്ത് പൂത്തുമ്പികളെ പോലെ പാറി നടന്നവരാണ്. പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിച്ചു കൊടുത്തു, 2 ചെറുതും വെട്ടിക്കളഞ്ഞ പോലെയായി. പാറലും പറക്കലൊക്കെ അവിടെ വെച്ചിട്ട് നിന്നുപോയി. വീട്ടിൽ കല്യാണം കഴിച്ചു ചെന്നു. അവിടെ ചെന്നപ്പോ ഹസ്ബൻഡിന്റെ അച്ഛന് വയ്യ, അമ്മക്ക് വയ്യ. ആദ്യത്തെ കുട്ടിയാകുന്നു, 2ാമത്തെ കുട്ടിയാകുന്നു, ബഹളത്തോട് അങ്ങനെ വലിയ പ്രശ്നം. ഒരുപാട് സ്വപ്നമൊക്കെ കണ്ടെന്ന്. കോളേജിൽ വലിയ പുരോഗമന ചിന്തയൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സ്വാതന്ത്ര്യ ഇച്ഛുക്കളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ ചങ്ങലക്കിട്ട പോലെയായി. ജനല് തുറന്ന് പുറത്തേക്ക് നോക്കാനുള്ള സമയം കിട്ടണില്ല. ജനല് തുറന്നേ പുറത്തേക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ലാന്ന്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളുകളുണ്ട്. അവർ ഈ പഠനത്തിന്റെ ടച്ച് വിട്ടുപോയി. മുമ്പ് നന്നായി പഠിച്ചിരുന്നവരില്ലാ. ചില ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടില്ല, കല്യാണത്തിന് മുമ്പ് എന്നോട് കാണണൂരെന്ന്. ഇപ്പൊ 2 പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ തടിച്ചു കുറച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കല്യാണത്തിന് മുമ്പ് നന്നായി പഠിച്ചിരുന്നവരാണ് ഇവര്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൊണ്ട് പഠിക്കാൻ പറ്റണില്ല. അതൊരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടരുണ്ട്, ആരോടും പറയണ്ട, വീട്ടുകാരറിയാതെയാണ് പഠിക്കാൻ ചേർന്നത്. വീട്ടുകാരറിയാതെ പഠിക്കാൻ ചേർന്ന് നീക്കുന്നു. ഹസ്ബൻഡ് അറിയാൻ സമ്മതിക്കൂല, അമ്മായിയമ്മ അറിയാൻ സമ്മതിക്കൂല, മക്കൾ ചിലപ്പോ കളിയാക്കും. അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കോഴ്സ് പഠിച്ചു. വേറെ ചില ആളുകളുണ്ട് ജോലിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പഠിക്കുന്നത്, വെറുതെ എവിടെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവണം, അതിനുവേണ്ടി പഠിക്കുന്ന ആളുകൾ. ഓക്കെ.
പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കുറെ നാൾ പഠിക്കാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തട്ടും പുറത്തിട്ട പാത്രം പോലെ തട്ടും പുറത്ത് പാത്രം ഇട്ടാൽ എന്ത് പറ്റും ക്ലാവ് പിടിക്കൂലേ? ക്ലാവ് പിടിച്ച പോലെ പിന്നെ തേച്ചുരച്ച് മിനിക്ക് കഴുകണം ഇല്ലേ? അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാല് അവർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ച് പഠിക്കലിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി, സമയക്കുറവുള്ളവർക്ക് വേണ്ടി, ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുന്നത്. കേരളത്തിലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാത്തൊരു പ്രോഗ്രാമാണത്. നിങ്ങളുടെ ഓരോ ചാപ്റ്ററിൽ നിന്നുമുള്ള മോക്ക് ടെസ്റ്റുകൾ. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചോദ്യമുണ്ട്, നാലുത്തരം, അതിലൊരു ഉത്തരം ശരിയാണ്. നിങ്ങൾ 1, 2, 3, 4 ഊട്ടി. കേരളത്തിന്റെ നെല്ലറ ഏത്? പാലക്കാട്, തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം. നമ്മുടെ ജെസ്സി ചേച്ചി തിരുവനന്തപുരം കുത്തി. ഉത്തരം തെറ്റാണ്. റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യും. അപ്പൊ ശരിയായ ഉത്തരം പാലക്കാട്. പച്ച കളറിൽ ബ്ലിങ്ക് ചെയ്യും. വായിച്ചു പഠിക്കണ്ട. ലൈവ് ക്ലാസ് കാണണ്ട, റെക്കോർഡ് ക്ലാസ് കാണണ്ട, മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് 100% മാർക്ക് വാങ്ങാം. ഓക്കെ. അപ്പോ നിങ്ങൾ പുലിമുരുകൻ സിനിമക്ക് പോയി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ചാളക്കരിയുമ്പോഴും പുലിമുരുകനില് മോഹൻലാൽ ഈ മരത്തിന്റെ മുകളിലോട്ട് ചാടി പുലിനെ കൊല്ലണ സീൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു. പിറ്റേ ദിവസം നിങ്ങൾ അരക്കണില്ലല്ലോ ഇപ്പൊ അല്ലെ, പോട്ടെ മിക്സിയിൽ അടിക്കുമ്പോഴേ നിങ്ങളുടെ ഓർമ്മയിൽ വരും എന്ത്? പുലിമുരുകൻ ചാടണതല്ല, ഇതില് കേരളത്തിന്റെ നെല്ലറ ഏത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു ചോദ്യം, അതിന്റെ ഉത്തരം നിങ്ങൾ കുത്തിയപ്പോ തെറ്റിപ്പോയി. അപ്പൊ പച്ച കളറിൽ ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. കേരളത്തിലെ വീട്ടമ്മമാർക്ക് വേണ്ടി സ്മാർട്ട് ശ്രീയുടെ സ്പെഷ്യൽ ഡൊണേഷൻ, പ്രത്യേകമായിട്ടുള്ള സംഭാവന. അതാണ് മോക്ക് ടെസ്റ്റ്. സമയമില്ലാത്തവർക്ക്, ജോലിയുള്ളവർക്ക്, വീട്ടുകാരറിയാതെ പഠിക്കുന്നവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ. പുറപ്പിനടിയിൽ വെച്ച് റെക്കോർഡ് ക്ലാസ് കാണുന്ന വീട്ടമ്മമാരുടെ കാലമുള്ളത് വീട്ടുകാരറിയാതിരിക്കാനേ. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടി പറയാം. ഇപ്പൊ കിട്ടൂലാട്ടോ, കുറച്ചാൾ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഗൈഡ് ഉണ്ട് നിങ്ങൾക്ക്. ഗൈഡ് കമ്പൽസറി അല്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആണ്. ഗൈഡ് പക്ഷെ നിങ്ങൾക്ക് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഗൈഡ് പഠിച്ചാൽ 100% മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 100% സക്സസ് ആണ്. 100% സക്സസ് ആണ് ഗൈഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ സമയക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് ഗൈഡ് മേടിച്ച് പഠിക്കുക. അടുത്ത ഭാഗം പ്ലേസ്മെന്റ്. 3 രീതിയിലാണുള്ളത്. ഈ ക്ലാസ്സിനകത്ത് ഉള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും, കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലെയും സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളിലെയും HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ നിങ്ങൾക്ക് തരും. അവരാണ് ഹോസ്പിറ്റലുകളിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഹോസ്പിറ്റലുകളിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും CV-യും ഒക്കെ വെച്ച് മെയിൽ അയക്കുക. ഇന്റർവ്യൂവിന് ആര് വിളിക്കും? അവരെ വിളിക്കും. ഇന്റർവ്യൂവിൽ നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, ജോലി ലഭിക്കുന്നത്. കേരളത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചില ആളുകളുടെ പരസ്യമുണ്ട്. പക്ഷെ 100% പ്ലേസ്മെന്റ്. ഞങ്ങളുടെ പോസ്റ്ററിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ആരെങ്കിലും ഒരാൾ പറയാമോ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ പറയാമോ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ നിങ്ങൾ? ജോലി ഉറപ്പാണെന്നുള്ളതാണ് അജിത പറഞ്ഞു, വേറെ ആരെങ്കിലും പറഞ്ഞു. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? 100% പ്ലേസ്മെന്റ്, ജോലി ഉറപ്പാണ്. ഫീസ് എത്രയാണ്? PG കോഴ്സിന് 1,13,000 രൂപ ഫീസ്. ഡിപ്ലോമ കോഴ്സിനോ
58,000 60,000 രൂപ ഫീസ്. ഇപ്പൊ ചില 40,000. 80,000 ഇപ്പൊ. ഓക്കെ, 40 40 ഫീസ്, 35 ഫീസ്, 35 കുറവ് വേറെ ഇല്ല. കേരളത്തിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 7,000 രൂപക്ക് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ. ആ സ്ഥാപനത്തിന്റെ പേര് സ്മാർട്ട് ശ്രീ എന്നാണ്. കഴിഞ്ഞ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. 80,000 രൂപയും 1,00,000 രൂപയും ഫീസ് വാങ്ങുന്ന ആ സ്ഥാപനത്തിന്റെ പരസ്യത്തിനകത്ത് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങളിൽ ഒരാള്, ഒരു പേര് എന്റെ മുമ്പിൽ കാണുന്ന ഒരു പേര് ആൻസി ജെറോ. ആൻസി ആ ഇൻസ്റ്റിറ്റ്യൂട്ടോട് വിളിക്കുകയാണ്. ഹലോ, ഞാൻ ആൻസിയാണ്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഉടൻ തന്നെ അവിടുത്തെ മറുപടി, കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇന്ന പോലെയാണ്, 6 മാസമാണ് കോഴ്സ്, ഫീസ് 80,000 രൂപയാണ്, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 6,000 രൂപ അടച്ചോളൂ, 100% പ്ലേസ്മെന്റ്. ഓക്കെ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറയണ്ട, നമ്മുടെ മനസ്സിൽ ലഡു പൊട്ടി. എന്താ ലഡു പൊട്ടാൻ കാരണം? 6,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പായല്ലോ, 80,000 രൂപ അടച്ച പോലെ ജോലി ഉറപ്പല്ലേ എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവരവിടെ പറയുന്ന 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഇവിടെ സ്മാർട്ട് ശ്രീ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്, മറ്റേത് ഫ്രോഡുലന്റ് ആയ ഒരു ഓഫറാണ്. ഞാൻ വിശദീകരിക്കാം. ആൻസി അങ്ങോട്ട് വിളിക്കുമ്പോഴേ ആൻസിയെ കുറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ആകെ അറിയാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന് ആൻസിയുടെ പേരറിയാം, 2 ആൻസിയുടെ ഫോൺ നമ്പർ അറിയാം. ഇതല്ലാതെ ആൻസിയെ കുറിച്ച് ഒന്നും അറിയൂല. അപ്പുറത്ത് ആൻസിയുടെ അക്കാദമിക് നിലവാരം എന്താണെന്ന് അറിയില്ല, ആൻസിയുടെ ഐക്യു ലെവൽ എന്താണെന്ന് അറിയില്ല, ആൻസി എങ്ങനെ പെർഫോം ചെയ്യുന്ന ആളാണെന്ന് അറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു അപരിചിതയോട്, ജീവിതത്തിൽ ഇന്ന് വരെ സംസാരിക്കാത്ത ഒരാളോട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറയാണ് 100% പ്ലേസ്മെന്റ്. എങ്ങനെ ശരിയാകും? കോഴ്സ് കഴിയുമ്പോൾ ഇവര് പറയുന്ന വേറൊരു കാര്യം എന്താ, ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അവർ ഇന്റർവ്യൂവിന് കോഴ്സ് ചെയ്യും. നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങളെ വിളിക്കുന്നത്, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇൻഫർമേഷൻ തരും. ഇന്റർവ്യൂവിൽ ചെന്ന് പാസ്സാകേണ്ടത് നിങ്ങളാണ്. ഇന്റർവ്യൂ നടക്കുന്ന റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ മാത്രമേ 100% പ്ലേസ്മെന്റ് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കും തോളിൽ കൈയിട്ട് വരാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ ബോർഡിന്റെ വാതിൽ ഒറ്റക്ക് മുട്ടി അകത്തോട്ട് തനിച്ച് കയറേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ പെർഫോം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് തന്നെ കൃത്യമായി പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ നിങ്ങൾക്ക് തരും. രണ്ടാമത്തേത് വേക്കൻസി വരുന്നത് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഇട്ട് തരും. ഇന്റർവ്യൂകൾ നിങ്ങളെ അറിയിക്കും. ഇന്റർവ്യൂവിൽ പോയി പെർഫോം ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോഴാണ് അടുത്ത സംശയം, എന്താണ്, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ടില്ല, ഒരു കോഴ്സ് പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ കയറി പഠിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഭയങ്കര സൗകര്യമുള്ളത് കൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോ ഇന്റർവ്യൂവിൽ പാസ്സാകണം. ഇന്റർവ്യൂവിൽ പാസ്സാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കമോൺ, ആരെങ്കിലും പറയാമോ? കോൺഫിഡൻസ്. ഹലോ, കോൺഫിഡന്റ് വേണം. കോൺഫിഡൻസ്. യെസ്, ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു സാധനം, അത് കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ കെട്ടിയോൻ, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ദിവസം നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു ചുരിദാർ കൊണ്ടുവച്ചോ. നിങ്ങൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത് രാവിലെ 9:30 ബസ്സിലാണ്. ഓക്കെ, അന്നും എല്ലാ ദിവസവും നടന്നു പോകുന്നതിനാണ്. വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരുന്നതും ആ ബസ് തന്നെ തിരിച്ചു വരും, ആ വഴി കൂടെ തന്നെ തിരിച്ചു പോകും. ഈ പുതിയ ചുരിദാറിട്ട് കണ്ണാടിയിൽ നോക്കിയ അന്ന് നിങ്ങൾക്ക് തോന്നും, കൊള്ളാൽ ഇന്ന് ഞാൻ സുന്ദരിയായിട്ടുണ്ടല്ല, ഇന്ന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്.
മനോഹരമായിട്ടുള്ള ഒരു ചുരിദാർ നിങ്ങൾക്ക് വാങ്ങിത്തന്നപ്പോൾ ആ ചുരിദാർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള സങ്കല്പത്തെ മാറ്റി മറിച്ചു. പുതിയ ഡ്രസ് ഇടുമ്പോഴേ നമുക്കൊരു അഭിമാനം തോന്നാറില്ലേ? അത് ഒരു കോൺഫിഡൻസ് തോന്നാറില്ലേ? ഇല്ലേ? ഇന്നലെ വരെ നിങ്ങൾ നോക്കിയ കണ്ണാടി തന്നെയാണ് ഇന്ന് നോക്കുന്നത്. ഇന്നലെ നോക്കിയ അതേ നിങ്ങൾ തന്നെയാണ് ഇന്ന് നോക്കുന്നത്. അതേ ബെഡ്റൂമിലാണ് നിന്ന് നിൽക്കുന്നത് നിങ്ങൾ. പക്ഷെ ഇന്നലത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് മാറി. എങ്ങനെ മാറി? ആ ചുരിദാർ നൽകിയ കോൺഫിഡൻസ് ആണ്. 9:30 ബസ് കയറാൻ പോവുകയാണ്. ബഷീറിക്കണ സൈക്കിൾ കടയുണ്ട്. ബഷീറിക്കണ സൈക്കിൾ കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ? ബഷീറിക്കണ കടയിലിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മ തല ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച് മുഖത്തൊന്നുകൂടി പുഞ്ചിരിയൊക്കെ വന്നു. കുറച്ചുകൂടി പ്രസന്നവദനയായി. അങ്ങനെയാ നമുക്ക് പോവുക. എന്താ കാരണം? ചുരിദാർ ഉണ്ടാക്കിയ കൊല്ലപ്പാണെന്ന്. ചുരിദാർ നമുക്ക് കോൺഫിഡൻസ് തന്നു. ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വൈദഗ്ധ്യം ഉണ്ടാകണം. അതിനാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകളും ഗൈഡും ടെക്സ്റ്റും ക്ലാസ്സുകളും ഒക്കെ തരുന്നത്. ഓക്കെ. പിന്നെയോ രണ്ടാമത്തേത് എന്താണ്? ഇന്റർവ്യൂവിൽ എങ്ങനെ പങ്കെടുക്കണം? ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡ് എന്തായിരിക്കണം? നിങ്ങൾ എങ്ങനെയാണ് നടന്നു കയറി ചെല്ലേണ്ടത്? എങ്ങനെയാണ് വാതിൽ തുറക്കേണ്ടത്? എങ്ങനെയാണ് കസേരയിൽ ചെന്നിരിക്കേണ്ടത്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഐ അപ്പിയറൻസ്, ഐ കോണ്ടാക്ട് എങ്ങനെയാണ്? എങ്ങനെ അഭിസംബോധന ചെയ്താണ് നിങ്ങൾ സംസാരിച്ചു തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ഇന്റർവ്യൂ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോരേണ്ടത്? ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സിലബസിന് പുറത്ത് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ സ്പെഷ്യൽ ക്ലാസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് തരും. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും വലിയ ആവശ്യം ഞങ്ങൾക്കാണ്. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് സമയം കളയാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിൽ വന്നു ചേർന്നവരല്ലല്ലോ, ജോലി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ബാക്ക് സപ്പോർട്ടാണ് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്. അത് നമ്മുടെ ഇവിടെ നിന്ന് അതിന്റെ പ്രൊഫഷണൽസ് തരും. വീട്ടമ്മമാരായിട്ടുള്ളവർ പേടിക്കേണ്ടതില്ല കേട്ടോ. അടുത്തൊരു ഭാഗം, ക്ലാസ് തുടങ്ങി. ക്ലാസ് ടീച്ചർ നന്നായി ക്ലാസ് തടിച്ചു പൊളിച്ച ക്ലാസ് എടുക്കണം. അപ്പോ ക്ലാസ് നന്നായെങ്കിൽ നിങ്ങൾ ടീച്ചർമാരോട് പറയുക ക്ലാസ് നന്നായി എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ടീച്ചറുടെ ക്ലാസ് പ്രത്യേകം നന്നായി, നിങ്ങൾ എനിക്കൊരു വോയിസ് ഇട്ടേക്കുന്നു. എന്റെ നമ്പർ ഉണ്ടല്ലോ, 92 വയസ്സുള്ള മുത്തച്ഛനും 35 വയസ്സുള്ള മകളും 700 നക്ഷത്രങ്ങളും തൊട്ട് പുറകെ 300 നക്ഷത്രങ്ങളും 92 35 700 300. ആ നമ്പറിലേക്ക് രാത്രി 11 മണി വരെ വിളിച്ചാൽ കിട്ടും. വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാം. എടുത്തില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തിരിച്ച് വിളിച്ചിരിക്കും, അല്ലെങ്കിൽ പിറ്റേന്ന് മെസ്സേജ് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. ഓക്കെ. അപ്പോ എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കും. അതിലേക്ക് നിങ്ങൾ ആ ടീച്ചറിന്റെ ക്ലാസ് കൊള്ളാമായിരുന്നു എന്ന് നിങ്ങളൊരു മെസ്സേജ് ഇട്ടേക്കുക കേട്ടോ. സംശയമുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാൻ നമുക്ക് സംശയമുണ്ട്. എങ്ങനെ ചോദിക്കും? നിങ്ങൾ ആ നമ്പറിൽ വോയിസ് ആയിട്ട് ഇടുക. ഞാനത് ടീച്ചർമാർക്ക് ഇട്ട് കൊടുക്കും. ടീച്ചർമാരുടെ ആരുടെയും പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് തരുന്നതല്ല. എന്താ കാരണം എന്നറിയോ? 68,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഇവിടെ വിവിധ കോഴ്സുകൾക്കായിട്ട്. അതിൽ 1% പിള്ളേര് ഒരു ദിവസം വിളിച്ചാൽ 680 കോൾ ആ ടീച്ചർക്ക് ചെല്ലും. മനസ്സിലായോ? ഇവിടെ ടീച്ചർമാര് 10:30 മുതൽ 3:30 വരെ ഉള്ളൂ. അത് അവര് വീട്ടിൽ പോകും. അവരുടെ പേഴ്സണൽ സമയമാണ്. അവർക്ക് ഈ കോൾ ചെവിട്ടിന്ന് എടുക്കാൻ പറ്റൂല, അല്ല ഫോൺ ചെവിട്ടിന്ന് എടുക്കാൻ പറ്റൂല നമ്പർ കൊടുത്തു കഴിഞ്ഞാലേ. അപ്പോ ഈ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം മറുപടി കിട്ടും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ പ്രാഥമികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാൻ. ഇപ്പോൾ സമയം 2:15 മണിയായി. 2:15 മണി. ഈ കോഴ്സിന്റെ അകത്ത് ഫീസ് കളക്ട് ചെയ്യുന്നത് നമ്മളുടെ അക്കൗണ്ടിങ് സെക്ഷൻ ഉണ്ട്. അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്നാണ് ഫീസ് കളക്ട് ചെയ്യാൻ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത ദിവസം ഉണ്ടാകും. ആ ദിവസത്തിന് മുമ്പ് നിങ്ങൾ ഫീസ് അടക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഒരു തവണ അക്കൗണ്ടിങ് സെക്ഷനിൽ നിന്ന് വിളിക്കും. ഒരു തവണ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടും.
അതല്ലാതെ നിങ്ങൾ ശല്യപ്പെടുത്തുകയേ ഇല്ല. ആ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിളിക്കുകയുള്ളൂ. ഓക്കെ. മാസം ഫീസ് അടക്കുന്നവരുണ്ട്. ചിലപ്പോ ചില സാഹചര്യങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ സാഹചര്യങ്ങളാണല്ലോ, ഫീസ് അടക്കാൻ പറ്റാതെ വരാം. ഫീസ് അടക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? ജനുവരി 20 ഫീസ് അടക്കണം. അടക്കാന്ന് പറഞ്ഞു, അടക്കാൻ പൈസ ആയിട്ടില്ല. പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നു. നിങ്ങൾ ആ ഉള്ള കാര്യം തുറന്നു പറയുക. ഒന്നില്ലെങ്കിൽ അക്കൗണ്ട്സ് ടീമിനോട് പറയാം, അല്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് വിളിച്ച് പറയാം. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ഒരു മാസത്തെ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യൂലാന്ന്. 2 മാസത്തെ ഫീസ് അടച്ചില്ലെങ്കിലും നിങ്ങളാരും റിമൂവ് ചെയ്യൂലേ ക്ലാസ്സിൽ നിന്ന്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങളിൽ ഒരാളെ പോലും ഈ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുകയില്ല. ഇത് സ്മാർട്ട് ശ്രീ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. 1947 ഓഗസ്റ്റ് 15-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എപ്രകാരമായിരുന്നു? ബ്രിട്ടീഷുകാർ പൈക്കപ്പലേറി കടന്നു വന്ന പരദേശി പരിശകൾ ചവച്ചു ചപ്പി ചണ്ടിയാക്കിയ ഭാരതാംബിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മാർഗം ഞങ്ങൾക്ക് തേടേണ്ടതുണ്ട്. ആ മാർഗം തേടുമ്പോൾ ഞങ്ങൾ ആരെയാണ് നോക്കിക്കാണേണ്ടത്? ഗാന്ധിജി പറഞ്ഞ ഒരു ഉത്തരം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ ഉത്തരം ഇങ്ങനെയായിരുന്നു: യു ആർ ഫോക്കസിങ് ഓൺ ദ പുവർ ഓഫ് ദ പുവറസ്റ്റ്. ദരിദ്രനാരായണന്മാരിൽ ദരിദ്രനാരായണനായ ആളുകളെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. സ്മാർട്ട് ശ്രീ ഫോക്കസ് ചെയ്യുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ വീട്ടമ്മമാരെയാണ്. ഞങ്ങളുടെ ഒരു കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അവരെ ഓർത്തുകൊണ്ട് അവർക്ക് അടക്കാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചറിലാണ് അവരിൽ നിന്ന് നമ്മൾ പൈസ ഈടാക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തു. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി. ഒരു മാസത്തെ ക്ലാസ് എടുത്ത് തീരുന്ന സമയത്താണ് നിങ്ങൾക്ക് ആദ്യത്തെ ട്യൂഷൻ ഫീസ് നമ്മൾ മേടിക്കുന്നുള്ളൂ. നിങ്ങൾ പരമാവധി ആളുകൾ മാസം അടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നിങ്ങൾക്കറിയാലോ, ഒരു മാസം ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് മുതലാളി പറയുകയാണ്, നിങ്ങൾക്ക് നിന്റെ ശമ്പളം അടുത്ത മാസം തരാട്ടാ എന്ന് പറഞ്ഞാൽ അയാളുടെ വീടിന്റെ വാടക മുടങ്ങും, ഇല്ലേ? കറണ്ട് കാശ് മുടങ്ങും, പാലിന്റെ പൈസ, കേബിളിന്റെ പൈസ, മരുന്ന് മേടിക്കാനുള്ള പൈസ, വീട്ടിലെ പലചരക്ക് വ്യഞ്ജനങ്ങൾ വാങ്ങാനുള്ള പൈസ, ഇതെല്ലാം മുടങ്ങും, ഇല്ലേ? നമ്മുടെ സ്ഥാപനത്തിലും അതുപോലെയാണ്. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നാമമാത്രമായിട്ടുള്ള ഫീസ് മാസം കളക്ട് ചെയ്ത് എടുത്തുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്ന പോലെ ഒരു കൊള്ള ലാഭത്തിൽ കൊള്ള ഫീസ് ആദ്യമേ തന്നെ മേടിച്ചെടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പോ നമ്മുടെ ദൈനംദിന ചെലവുകളുണ്ട്. 127ഓളം സ്റ്റാഫുകളുണ്ട്. നമുക്ക് 6-7 ഓഫീസുകളുണ്ട്. സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ റെന്റ് കൊടുക്കും. അപ്പോ മാസം അടക്കാൻ വേണ്ടി ശ്രമിക്കുക. പറ്റാത്തവര് കാര്യം തുറന്നു പറയുക. നിങ്ങൾ തുറന്നു പറഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം തുറന്നു പറഞ്ഞു പോകാം, കേട്ടോ? ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ അവസാന സംശയത്തിന്റെ മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. എന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ജയദേവ് എന്നാണ് എന്റെ പേര്. ജയദേവ്. ഞാന് ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ജോലി ശരിക്കും അതാണ്. പക്ഷെ അധ്യാപനത്തിനോടുള്ള ഭ്രാന്തമായ അഭിനിവേശം കാരണം, പുസ്തകങ്ങളോടുള്ള വലിയ ഇഷ്ടം കാരണം ജോലി കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ലോസ് ഓഫ് പേ ലീവ് എടുത്ത് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അടുത്ത മാസം ജോലി രാജിവെച്ച് ഇറങ്ങുകയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഓരോരുത്തരായി ചോദിക്കുക. ആദ്യം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക, എന്നിട്ട് സംശയങ്ങൾ ചോദിക്കുക. ഒരേ സംശയം തന്നെയാണ് വീണ്ടും ഉള്ളതെങ്കിൽ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ഓക്കെ, ചോദിച്ചു തുടങ്ങാം. സാർ നമസ്കാരം. എന്റെ പേര് അൽത്താഫ് നിസ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനിപ്പോ ഇതിൽ കയറുന്നതിന് മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്.
അപ്പൊ അവിടെ ഫീസിന്റെ കാര്യം കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഇതിൽ കയറിയത്, സ്മാർട്ട് സ്റ്റഡിയിൽ കയറിയത്. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ഇത് ചെയ്യണ്ട, നമുക്ക് സാലറി കുറവായിരിക്കും, ചിലപ്പോ 6-7 ഉറുപ്പ്യൊക്കെ ഉണ്ടാവുള്ളൂ ഒരു മാസം, 6000-7000 ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരും, നമുക്ക് സാലറിനെ കുറിച്ച്. ഇത് സാലറി ഉണ്ടാവുമോ, കുറവായിരിക്കുമോ? സാലറിയുടെ കാര്യം ഞാൻ പറയാം കേട്ടോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പേരെന്താണ് പറഞ്ഞത്? അൽത്താഫ് നിസ. അൽത്താഫ് അൽത്താഫ് നിസ നിസ അൽത്താഫ് നിസ. അൽത്താഫ് നിസ. വെറൈറ്റി. അൽത്താഫ് നിസ. ഞാൻ എളുപ്പത്തിൽ നിസ എന്ന് വിളിക്കാണ്. നിസയുടെ സംശയം ഫീസ് കൂടിയ കോഴ്സിൽ പഠിച്ചാല് സാലറി കൂടുതൽ കിട്ടും അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല, ഈ കോഴ്സ് സാലറി കിട്ടുന്നതാണ്. ഈ കോഴ്സ് പഠിച്ചാൽ തന്നെ അത്രേ കിട്ടുള്ളൂ, സാലറി അത്രേ കിട്ടുള്ളൂ. എങ്ങനെ പഠിച്ചാലും, നമ്മൾ ഓൺലൈനിൽ പഠിച്ചാലും പോയി പഠിച്ചാലും നമുക്ക് സാലറി കുറവായിരിക്കും. ഈ മേഖലയിൽ സാലറി കുറവായിരിക്കും. ഞാൻ പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ ബേസിക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് 12,000 rupees തുടങ്ങിയിട്ടാണ്. 12,000 രൂപ തുടങ്ങി. 12,000 രൂപ തുടങ്ങി മേലേക്കാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഉള്ള സാലറി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിനകത്ത് 2 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഓരോ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ, അവരുടെ പ്രൊഫൈല്. ഓരോ ഹോസ്പിറ്റലുടെയും പ്രൊഫൈൽ അനുസരിച്ചിട്ട് അവരുടെ ശമ്പള വേതന നിരക്കിൽ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായോ? ഒരു സ്റ്റാൻഡേർഡ് സാലറി കൊടുക്കുന്ന ആളുകളുണ്ട്, അല്ലാത്ത ചെറിയ രീതിയിലുള്ള സാലറി കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊരു ഹോസ്പിറ്റലിന്റെ ഒരു ഡിഗ്നിറ്റിയും അവരുടെ ഒരു കപ്പാസിറ്റി, അവരുടെ ഒരു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഭരണസമിതി, അതിന്റെ മാനേജ്മെന്റ് തീരുമാനിക്കുന്ന പോളിസി മാറ്ററിന് വിധേയമായിട്ടാണ്. പക്ഷെ 12,000 രൂപ തുടങ്ങിയിട്ട് മേലേക്കാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ ഒരു അനുഭവം പറയാം. പിന്നെ ഞാൻ ആ കുട്ടിക്ക് ജോലി കിട്ടിയത് പോലും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങള് വേക്കൻസി വന്നത് ഇട്ടുകൊടുത്തു. ആ കുട്ടി അവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് ആ കുട്ടി ജോലിക്ക് കയറിയാക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ആസ്റ്റർ മെഡിസിറ്റി ബാംഗ്ലൂരാണ് ജോലിക്ക് കയറിയത്. ആ കുട്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ 21,000 രൂപയാണ് സാലറി. അനഘ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ഒരു 4-5 ബാച്ച് മുമ്പോ ഒക്കെയുള്ള ഒരു ബാച്ചിലെ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു പഠിച്ചിറങ്ങിയിട്ട് ഒരു 5 മാസമായി എന്ന് തോന്നുന്നു. അപ്പോ നമ്മളിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലേസ്മെന്റ് എല്ലാവരും ഇങ്ങനെ വേക്കൻസികളുണ്ട്, അവിടെ ഇന്റർവ്യൂ ഇവിടെ ഇന്റർവ്യൂ എന്ന് ചടവറിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ രസം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൾ, ആ പുള്ളിക്കാരി ഹോസ്പിറ്റൽ മേഖലയിലുള്ള ആളായിരുന്നു. ആ പുള്ളിക്കാരി ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ടീച്ചറെ വേണ്ടി വന്നപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു 2 ആഴ്ചത്തേക്ക് ആ ടീച്ചറെ ഹയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ടീച്ചറാണ് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടിക്ക് ജോലി കിട്ടിയത് 21,000 രൂപ സാലറി ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഞാനൊക്കെ ഇതിനങ്ങനെ വണ്ടടിച്ചിരിക്കല്. കാരണം നമ്മൾ അറിയുന്നില്ല ഈ ജോലി കിട്ടിയ കാര്യവും ശമ്പളം മേടിക്കുന്ന കാര്യവും അറിയുന്നില്ല. ഇവരാക്കി വിളിച്ചു പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനതൊരു അനുഭവം പറഞ്ഞതാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അത് ആസ്റ്റർ മെഡിസിറ്റി ആണ്, ബാംഗ്ലൂരാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അത്രയും ഉയർന്ന സാലറിയിൽ വന്നിട്ടുണ്ടാവുക. ഇതിനകത്ത് തന്നെ കുറെ നല്ല ഡെസിഗ്നേഷൻസ് ഉണ്ട്. HR മാനേജ്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡൊക്കെ ആയിട്ട് മാറുന്ന ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സൂപ്പർവിഷൻ തസ്തികകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ സാലറി കൂടുതലായിട്ടുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ, അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു പ്രവണത, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം പേര് അതിനോടൊപ്പം HR മാനേജ്മെന്റ് കൂടി പഠിക്കാറുണ്ട്. ഞങ്ങൾ ഇതുവരെയും HR മാനേജ്മെന്റ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായില്ല. ഇപ്പൊ ഈ പ്രവണത കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത് പഠിച്ചിറങ്ങിയ പലരും തന്നെ സാർ HR മാനേജ്മെന്റ് ചെറിയ ഫീസിന് തരാമോ എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഒരു പിന്നൊരുക്കങ്ങളിലാണ്. ബിഹിൻ ദ കർട്ടൻ വി ആർ അറേഞ്ചിങ്, ഞങ്ങൾ അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. ഓക്കെ, റൈറ്റ്. ഹലോ സർ, എന്റെ പേര് ആരതി. പറയൂ. ഹായ് ആരതി, പറയൂ. സാർ, ഞാൻ PG കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിട്ട് PG കോഴ്സിന് വീണ്ടും നമുക്ക് ഇതുപോലെ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടോ? അതെങ്ങനെയാണ് PG കോഴ്സിന്? ശരി, പറയാം. ഈ ഡിപ്ലോമയ്ക്ക് 4 മൊഡ്യൂളാണ് ഉള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നോ? ഓ യെസ്, പറഞ്ഞിരുന്നു.
ഡിപ്ലോമക്ക് 4 മൊഡ്യൂളാണുള്ളത്, PGക്ക് 7 മൊഡ്യൂളാണുള്ളത്. എന്നാൽ ഓക്കെ PGയുടെയും ഡിപ്ലോമയുടെയും ആദ്യത്തെ 4 മൊഡ്യൂളുകൾ സെയിം ആണ്. PGക്ക് 3 മൊഡ്യൂളുകളാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒന്ന് 4 മൊഡ്യൂള്, മറ്റേത് 7 മൊഡ്യൂള്. ജോലിക്ക് കയറുന്നതിലും PGക്കാർക്ക് കുറച്ചുകൂടി നമ്മളല്ലോ ഹൈലി റിക്രൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുകളോട്ട് പെട്ടെന്ന് പോസ്റ്റിംഗ് വരും ഡിപ്ലോമക്കാരെ അപേക്ഷിച്ചിട്ട്. ഡിപ്ലോമക്കാർക്ക് മാത്രമായിട്ടുള്ള കുറെ വേക്കൻസീസ് ഉണ്ട്, PGക്കാർക്ക് മാത്രമായിട്ടുള്ള കുറച്ച് വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഇത്. ആദ്യത്തെ 6 മാസം ഡിപ്ലോമ കഴിഞ്ഞാൽ 4 മാസം കൂടി PGക്കാർക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, 10 മാസം PGക്കാർക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ 4 മാസത്തെ എക്സാം, മെയിൻ എക്സാം ഡിപ്ലോമക്കാർക്കും PGക്കാർക്കും ഒരുമിച്ചായിരിക്കും. അതിനുശേഷം 10ാമത്തെ മാസമായിരിക്കും 3 എക്സാം PGക്കാരുടെ ഉള്ളത്. എന്നാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ PGയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഡിപ്ലോമ ഈ PGക്കാർക്ക് കിട്ടുക, 7 മാർക്ക് കൂടിയും കൂടിയിട്ടുള്ളത്. 7 മൊഡ്യൂളിന്റെ മാർക്ക് കൂടിയും കൂടിയിട്ടുള്ളത്. ക്ലിയർ ആയോ ആരതിക്ക്? ഓ യെസ്, താങ്ക് യു സർ. യെസ്, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമസ്കാരം സാർ, എൻ്റെ പേര് ഷൈന. ചിത്ര എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ഈ കോഴ്സ് പഠിച്ച് അങ്ങനെ ഇപ്പൊ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫിൽ വർക്ക് ചെയ്യുന്നവർ എവിടെയാണ് പഠിച്ചതെന്ന് അറിയത്തില്ല, ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അറിഞ്ഞാണ് ഞാൻ ഈ കോഴ്സിലോട്ട് ചേരുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മളിപ്പോ ഈ 2 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഷൈന, അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങള് ഡിസംബർ 31 പാസ് ഔട്ട് ആകുന്ന ഒരു ബാച്ച് ആണെന്ന് വിചാരിക്കുക. RSDCയുടെ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങളുടെ എക്സാം ഡേറ്റ് ഇപ്പോഴാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് 6 മാസം കഴിഞ്ഞിട്ടാണ് ഒരു സർട്ടിഫിക്കറ്റിന്റെ പിന്നെ മറ്റ് വിദേശത്തേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടതെങ്കിൽ അപ്പൊ അപേക്ഷിക്കും അതിന്റെ ഇഷ്യൂ ഡേറ്റ് 6 മാസം കഴിഞ്ഞിട്ടാണ്. ഒരു കോഴ്സിന്റെ 2 സർട്ടിഫിക്കറ്റുകൾ 2 ഡേറ്റിന് വലിയ ഒരു വ്യത്യാസത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എംപ്ലോയർക്ക് അതിന്റെ ഒരു വിശ്വാസ്യതയിൽ, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി സംശയം തോന്നാം. അപ്പൊ അതുകൊണ്ട് 2 സർട്ടിഫിക്കറ്റുകളും വാങ്ങുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ വാങ്ങുക. ഓക്കെ, എക്സാം കഴിയുമ്പോൾ തന്നെ 2 സർട്ടിഫിക്കറ്റുകളും ഒരുമിച്ച് വാങ്ങുക. അതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംശയമൊക്കെ കഴിഞ്ഞോ? സംശയം കഴിഞ്ഞോ? ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. സർ, എൻ്റെ പേര് ഷഹനാസ് എന്നാണ്. എൻ്റെ വീട് ഇവിടെ പറവൂരാണ്. പറവൂർ എവിടെയാണ്? പറവൂര് നമ്മുടെ ചെങ്ങമനാട്. സർ, ഞാൻ എടുത്തേക്കണത് PG ആണേ. ഓക്കെ, PGയും ഡിപ്ലോമയും പഠിക്കണ വ്യത്യാസം തന്നെ നമുക്ക് സാലറിയിലും അങ്ങനെ ഉണ്ടാകും. സാലറിയിൽ വ്യത്യാസം ഉണ്ടാകും, പോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കും +2 കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കും ഒരേ യോഗ്യതയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. PG കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അതിന് ഞാൻ പറയാം, ഒരാൾക്ക് 15 ജോബ് റോൾ മുതൽ 19 ജോബ് റോൾ എന്ന് പറഞ്ഞില്ലേ, PG കഴിഞ്ഞവർക്ക് ഒരു 4 ജോബ് റോളും കൂടി കൂടുതൽ കിട്ടും. കഴിഞ്ഞവർക്ക് കിട്ടുകയില്ല, അവർക്ക് 15 ജോബ് റോൾ ഉണ്ടാവുള്ളൂ, 15 ജോലി കിട്ടാം. ഈ PG കഴിഞ്ഞവർക്ക് ശമ്പളത്തിലും വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ കൂടുതൽ റിക്രൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നല്ല പദവികളിലോട്ട് ജോലി കിട്ടും. അതിന്റെ അർത്ഥം ഡിപ്ലോമക്കാർക്ക് അതുപോലെ കിട്ടില്ലാന്നേ ഉള്ളൂ. ഡിപ്ലോമക്കാർക്ക് ബാക്കി വരുന്ന 15ഓളം വരുന്ന ജോബ് റോളുകളിലോട്ട് ജോലി കിട്ടും. വേറെ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലും ജോലി കിട്ടും. പക്ഷെ PGക്കാർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റർ തസ്തിക, അത്തരത്തിലുള്ള തസ്തികയിലോട്ട് ഒറ്റയടിക്ക് ഡിപ്ലോമക്കാരെ പ്രൊമോട്ട് ചെയ്യില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലാണ് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. ഇവർക്ക് അതിൽ ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടും. അതാണ് വ്യത്യാസം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സ്മൃതി സർ. ഇതിന്റെ സർട്ടിഫിക്കേഷനെ കുറിച്ച് സാർ പറഞ്ഞില്ലേ, പുറത്തേക്ക് പോകുന്ന മുന്നേ പറഞ്ഞ കുട്ടി സംസാരിച്ചില്ലേ,
അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ, എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഓക്കെ, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനെ കുറിച്ച്. പറയാം. നമുക്ക് 2 സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ആ സർട്ടിഫിക്കറ്റ് ആണ്. അതിന് 5-6 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കൊടുക്കുന്ന, ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ആധികാരികത ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യൻ എംബസി. രണ്ടാമത്തേത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആണ്. മൂന്നാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്തേത് IS സർട്ടിഫിക്കറ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. ഓക്കെ, ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. എന്നാൽ വിദേശത്ത് ഡ്യുവൽ സർട്ടിഫിക്കറ്റ് ഉള്ള 2 സർട്ടിഫിക്കറ്റുകൾ ഉള്ള സ്കിൽ കോഴ്സുകൾ പ്രീമിയം കോഴ്സുകളായി വിലയിരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങണം എന്ന് പറയുന്നത്. RSDCയുടേത് നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് ആണ്. SDC കാനഡയാണ് ഇന്റർനാഷണൽ ലെവലിലുള്ളത്. 140-ലേറെ രാഷ്ട്രങ്ങളിലെ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമായാണ് SDC കാനഡ പ്രവർത്തിക്കുന്നത്. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എക്സാമിന്റെ സമയത്ത് SDCയുടെ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പണം അടച്ചു കഴിഞ്ഞാൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയിരുന്നു? ഹലോ സർ, പറയൂ. ഞാനിപ്പോ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പോ ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ട് പിന്നെ എനിക്ക് ഫ്രീ ആവുമ്പോ പിന്നെ അങ്ങനെ വർക്കിന് കേറിക്കൂടെ? അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ എക്സ്പീരിയൻസ് വേണം, അല്ലെ ഇന്റേൺഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും? അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഇന്റേൺഷിപ്പ്, ഞാൻ പറയുന്നത് രേഷ്മ, പ്രായോഗികമായ ചില ബുദ്ധികളുണ്ട് ചില കാര്യങ്ങളിൽ. അതെന്ന് പറയുന്നത് നിങ്ങള് നേരത്തെ തന്നെ ഒരു ഇന്റേൺഷിപ്പ് എടുത്ത് വെക്കല് ബുദ്ധിയാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് കൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ പണി പഠിക്കുന്നു, ചെയ്യാൻ പഠിക്കുന്നു. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒരു പക്ഷെ ആ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാം. മൂന്നാമത്തേത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഇത് പ്രധാനമാണ്. മനസ്സിലായോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1 മാസം 3 മാസം അങ്ങനെ എത്ര ചെയ്യാൻ നല്ലത്? ഒരു മാസം ചെയ്താലും മതി. മതിയല്ലേ? എന്നിട്ട് പിന്നെ ഒരു 2-3 വർഷം ഗ്യാപ്പ് ഇട്ടാ കുഴപ്പമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംശയമൊക്കെ കഴിഞ്ഞോ? ഗുഡ് ആഫ്റ്റർനൂൺ സർ, ശ്രീദേവാണ് സർ. ഇപ്പം പറഞ്ഞിട്ടില്ലേ ഇന്റേൺഷിപ്പ് നമുക്ക് കോഴ്സ് കഴിഞ്ഞപ്പാട് ചെയ്യണോ അല്ലെങ്കിൽ ടൈം ലാഗ് എടുത്തിട്ട് ചെയ്താൽ മതിയോ? കുഴപ്പമുണ്ടോ? ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു നിർബന്ധവുമില്ല ശ്രീദേവ്. പക്ഷെ ഇന്റേൺഷിപ്പ് നിങ്ങൾ ഒരു മാസമെങ്കിലും കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും. ഭാവിയിൽ നിങ്ങൾ ഒരു 2 വർഷം കഴിഞ്ഞ് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് 2 വർഷം മുമ്പത്തെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാണ് അത് അപ്പൊ ചെയ്യണമെന്ന് നമ്മ പറഞ്ഞത്. അതൊരു നിർബന്ധമല്ല. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. കേട്ടോ? ഓക്കെ സർ, താങ്ക് യു സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ്, എന്നോട് ഒരാൾ ചോദിച്ച് എന്താണ് ഇത് എക്സാം ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണോ അങ്ങനെ ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സാമും ക്ലാസ്സും ഒക്കെ ഓൺലൈൻ അല്ലേ, അപ്പൊ ഇത് വാല്യൂ ഉള്ളതാണോ? ഞാൻ പറയാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അവര് പറഞ്ഞപ്പോ എനിക്ക് അവർക്കൊരു ഉത്തരം വരാനില്ല. ഇന്നത്തെ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഉത്തരം കൊടുക്കാന്ന് വിചാരിച്ചു. നല്ല ഉത്തരം കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം, ഉത്തരം വിശദമായി പറഞ്ഞുതരാം. നമ്മുടെ കാലത്തിനെ, ഇതിപ്പോ 2024 ഈ കാലത്തിനെ തിരിക്കുന്നത് 2ആയിട്ടാണ്. യേശുവിന് മുമ്പും യേശുവിന് ശേഷം എന്നാണ്. AD BC അറിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. BC എന്നുള്ളത് AD ആണ്. AD 2024. ഓക്കെ. അതുപോലെ നമ്മുടെ ലോകത്തിലാകമാനമുള്ള വിദ്യാഭ്യാസ ചരിത്രത്തെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇപ്പൊ
ഒന്ന് കോവിഡിന് മുമ്പെന്നും 2 കോവിഡിന് ശേഷമെന്നും. കോവിഡിന് മുമ്പും ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിന് പ്രാമുഖ്യം കിട്ടിയത് കോവിഡിന് ശേഷം. പണ്ട് കോവിഡിന് മുമ്പ് ഓൺലൈൻ കോഴ്സുകൾ വാലിഡ് ആയിട്ട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള അതൊരു മൂല്യവത്തായിട്ടുള്ള കോഴ്സുകളായി അംഗീകരിക്കുകയോ ചെയ്യാത്ത ഒരു പിന്മാറ്റം നമ്മുടെ സമൂഹത്തിലും മൊത്തം നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് പക്ഷെ ജാംബവാന്റെ കാലത്തെ കഥയാണ്, കോവിഡിന് മുമ്പത്തെ കഥയാണ്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പോ നോർമൽ ഡിഗ്രികള് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദത്തിന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ പേര് നിങ്ങൾക്ക് അറിയാം. ആ യൂണിവേഴ്സിറ്റിയുടെ പേര് യൂണിവേഴ്സിറ്റി എന്നാണ്, ജെയിൻ യൂണിവേഴ്സിറ്റി. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അവർ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവർ എക്സാം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അവർ എക്സാമിന് വേണ്ടി കോഴ്സ് പഠിക്കുന്നത് ഓൺലൈനായിട്ടാണ്. എക്സാം എഴുതുന്നത്, മെയിൻ എക്സാം യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതുന്നത് വീട്ടിലിരുന്നാണെന്ന്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? സാങ്കേതിക ഒരുപാട് പുരോഗമിച്ച പുതിയ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഒരുപാട് കോഴ്സുകൾ ഇത്തരത്തിൽ ഓൺലൈൻ കോഴ്സുകളായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു, പരീക്ഷ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, നമുക്ക് തോന്നും വീടിനകത്തിരുന്നാണ് എക്സാം എഴുതുന്നത്, വീട്ടിൽ നിന്ന് ഓൺലൈൻ എക്സാം അല്ലേ, എന്തെങ്കിലും ചെയ്യാന്ന്. അനങ്ങാനും പറ്റില്ല നിങ്ങൾക്ക്. ഞാൻ ചലഞ്ച് ചെയ്യാം, നിങ്ങളുടെ എക്സാം എഴുതുന്ന നോർമൽ ഭാവത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഭാവമാറ്റം ഉണ്ടായാൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഷുവർ. ക്യാമറയുടെ പുറകിലേ ഗൈഡ് തുറന്ന് ചെയ്താൽ വിചാരിച്ചു, ഇടയ്ക്ക് നിങ്ങളെ കൊണ്ട് എത്തിച്ചു നോക്കിയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂലെന്ന്. അത്രയും ഹൈലി മോണിറ്ററിംഗ് ആണിത്. 3 ഷാഡോ വിജേതന്മാരാണ് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്ന് വേറെയും. അപ്പൊ ഒരു തരത്തിലും അനങ്ങാൻ പറ്റൂല. മറ്റേ കഥയൊക്കെ ഏത് ഓൺലൈൻ കോഴ്സിന് വാലിഡിറ്റി എന്നൊക്കെ പറയുന്ന കഥയൊക്കെ, അത് വാലിഡ് അല്ലാതെ പറയുന്ന കഥയൊക്കെ ജാംബവാന്റെ കാലത്തെ കഥയാണ്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷനും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷനൊക്കെ ഒരു വാലിഡ് ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റിന് കിട്ടുമോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് ഇതിനെ കുറിച്ച് ധാരണയില്ലാത്ത അല്പജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ ഒരു കാര്യമാണ്. അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കട്ടെ. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ്. നമുക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ആരോ സൂചിപ്പിച്ചല്ലോ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള വലിയ ഫീസിന്റെ കാര്യം. അപ്പൊ കുറഞ്ഞ ഫീസിൽ പഠിക്കുമ്പോൾ ഇത് ക്വാളിറ്റി ഉണ്ടാവില്ലേ, മോശമായിരിക്കോ, മോശമല്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ വരാമെന്നാണ്. ഓക്കെ, അത് അനുഭവങ്ങളിൽ കൂടി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് ഓൺലൈനായിട്ട് എക്സാം എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് കയ്യിൽ മേടിച്ച് ജോലിക്ക് കയറുന്നുണ്ട്. നേരത്തെ നമുക്ക് ഒരു ഡിഗ്രിയാണ് ഒരേ സമയം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 1, 2, 3 ഡിഗ്രി ഒക്കെ ചെയ്യാറ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഡിഗ്രിയാണ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ മറുപടി കൊടുത്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ എക്സാമിന് ഒരു ചാൻസേ ഉള്ളൂ, അത് നമുക്ക് അപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനി സെക്കൻഡ് ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? എല്ലാ മാസവും എക്സാം ഉണ്ടാവും. അതെ, അല്ല മെയിൻ എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മെയിൻ എക്സാമിന്റെ കാര്യമാണ് ഞാനും പറഞ്ഞത്. അതെ, എല്ലാ മാസം മെയിൻ എക്സാം ഉണ്ടാവോ? 4 മാസം കഴിഞ്ഞിട്ടല്ലേ? അല്ല, ഞാൻ പറയാം, അങ്ങനെയല്ല പറയാം. എല്ലാ മാസം എന്ന് പറയുന്നത് 6 മാസം കഴിയുമ്പോൾ മെയിൻ എക്സാം ഉണ്ടല്ലോ. ഇപ്പോ ഡിസംബർ, ഇപ്പൊ ജനുവരി ക്ലാസ് തുടങ്ങി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ ഫസ്റ്റ് വീക്ക് ആയി കഴിഞ്ഞ് ജൂൺ ലാസ്റ്റ് വീക്ക് ആയിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത്. ആ എക്സാം വരുന്ന സമയത്ത് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് മെയിൻ എക്സാം എഴുതാം. മെയിൻ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ എഴുതാം. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റില് പാസ് മാർക്ക് കിട്ടിയില്ലെങ്കിലോ? ഫസ്റ്റ് അറ്റംപ്റ്റില് പാസ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് എക്സാം എഴുതണം. അതിലോ? ഞാനൊരു കാര്യം പറയട്ടെ, പാസ് മാർക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. നിങ്ങൾ ഒരു 60% മുകളിൽ മാർക്ക് മേടിച്ച് പാസ്സാകുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. നമ്മുടെ ടീച്ചർമാർ അങ്ങനത്തെ പുലിക്കുട്ടികളാണെന്ന് വിചാരിക്കണ്ട. ഈ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരാത്ത മോക്ക് ടെസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതിന് വേണ്ടിയിട്ടാ. നിങ്ങളൊരു സംശയവും വിചാരിക്കണ്ട കേട്ടാ.
പഠിക്കാതെ 10 കൊല്ലം 15 കൊല്ലം ഇരുന്നിട്ടുള്ള വീട്ടമ്മമാരായിക്കൊള്ളട്ടെ, ആത്മവിശ്വാസം ഇല്ലാത്തവരായിക്കൊള്ളട്ടെ, പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പേടിച്ചുകൊണ്ടുള്ള ഉള്ളിൽ ഭയമുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങളെ ജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഈ ബാച്ചിനകത്ത് ഒരു വിദ്യാർത്ഥി പോലും പാസ് മാർക്കിലായിരിക്കില്ല ജയിക്കുന്നത്, ഉറപ്പ്. എന്താ ഉറപ്പ് പറയാനുള്ള കാര്യം എന്നറിയോ? എന്റെ ടീച്ചർമാരില് നമുക്ക് അത്രയേറെ വിശ്വാസമുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന സ്റ്റഡി മെറ്റീരിയൽസിൽ അത്രയേറെ വിശ്വാസമുണ്ട്. നിങ്ങളൊരു സമയവുമില്ല ലൈവ് ക്ലാസ്സും ഗൂഗിൾ ക്ലാസ് റൂമിലെ റെക്കോർഡ് ക്ലാസ്സും കാണണ്ട. അതും കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ടാന്ന്. നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഇതിനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചോ, മൊബൈൽ ഫോൺ തൊട്ട് നോക്കാൻ പറ്റണില്ല, വേണ്ട. നിങ്ങൾ ആ ഗൈഡ് മാത്രം മേടിച്ച് പഠിച്ചാൽ മതി. 1614 ക്വസ്റ്റ്യൻ ഉണ്ട്. 100%. ഇത് സിലബസിന്റെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരൂലല്ലോ, ആ ടെക്സ്റ്റിൽ നിന്നല്ലേ ക്വസ്റ്റ്യൻ വരുള്ളൂ. 100% ക്വസ്റ്റ്യൻ വരുന്നത് ആ ടെക്സ്റ്റിൽ നിന്നായിരിക്കും. 100% കേട്ടോ, 100% ക്വസ്റ്റ്യൻ വരുന്നത് ആ ടെക്സ്റ്റിൽ നിന്നായിരിക്കും. അപ്പൊ ഒരു തരത്തിലുള്ള ആശങ്കയും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കേട്ടോ. ഓക്കെ സാർ, ഈ ക്വസ്റ്റ്യൻ വരുന്നത് OMR പോലെ ആയിരിക്കും, 4 ഓപ്ഷൻ തന്നിട്ട് അങ്ങനെയാണോ? OMR. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംശയങ്ങൾ കഴിഞ്ഞോ? ഹലോ സാർ. ആ സാർ, ഞാൻ ഇപ്പൊ 6 മാസത്തെ കോഴ്സാണ് എടുത്തേക്കുന്നത്. ഓക്കെ. എനിക്ക് PG ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയോ? അത് എന്റെ എടുത്താലും മതി. അപ്പൊ ഫീസും അങ്ങനെ തന്നെയാണോ? എന്താണ്? ഇപ്പൊ ഫീസിന്റെ കാര്യം 6 മാസത്തെ കോഴ്സിന് 7000 രൂപയും PG 10 മാസത്തെ. ഓക്കെ, അപ്പോഴീ 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞു 7000 രൂപ നമ്മൾ അടച്ചു, അതിന്റെ ബാക്കിയായിട്ട് PG കോഴ്സിന്റെ എമൗണ്ട് അടച്ചാൽ മതിയോ? മതി. ഓക്കെ സാർ. ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ആവുന്നത്? ക്ലാസ് നാളെ സ്റ്റാർട്ട് ആവുന്നു. നാളെ ഡിസംബർ 31 ഉച്ചക്ക് 1:30 മുതൽ 3:30 വരെ നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കും. സർ, ടെക്സ്റ്റ് ബുക്ക് വൈകുമല്ലേ? ഒരാഴ്ച ആകൂല്ലേ സർ? ടെക്സ്റ്റ് ബുക്ക് 5 ദിവസമൊക്കെ എടുക്കാം. അതിനുശേഷം ക്ലാസ് എടുക്കുമ്പോ നോട്ട്സ് എങ്ങനെയാണ് വരിക? ടീച്ചർമാര് പറഞ്ഞു അത് കുഴപ്പമില്ല, ടീച്ചർമാര് പരിഹരിച്ചോളും, ആശങ്ക വേണ്ട. ഓക്കെ സർ. ശരി, അപ്പോ സംശയങ്ങളൊന്നും ഞാൻ വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ. ഓക്കെ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ നമ്പറിൽ എന്നോട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും മെസ്സേജ് ഇടാം. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ആ ഗ്രൂപ്പിലാണ് നിങ്ങൾ എല്ലാവരെയും ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ വിദ്യാർത്ഥികൾ ചേർന്ന് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് പൊതുവെ ഉണ്ടാക്കാറുണ്ട്, സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ നിലവിലില്ല തോന്നുന്നു. ടെക്സ്റ്റ് വാങ്ങുന്നത് മാൻഡേറ്ററി ആണ്, ടെക്സ്റ്റ് വാങ്ങിയേ പറ്റൂ. സ്റ്റഡി മെറ്റീരിയൽസ് മാൻഡേറ്ററി ഫോർ സ്കിൽ കോഴ്സ്. ഗൈഡ് വാങ്ങുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ പിന്നെ അതിനകത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ കളങ്കം വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. സ്ഥാപനത്തിന്റെ അനുമതി ഇല്ലാതെ നെറ്റ്വർക്ക് MLM അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ ചില ആളുകൾ ചില ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതൊന്നും ഈ ഗ്രൂപ്പിനകത്ത് സ്മാർട്ട് സ്ട്രീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പിലും ചെയ്യാൻ പാടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയം നിഷ്കർഷം പുറത്താക്കുന്നതായിരിക്കും. അവിടെ വേറൊരു ചോയ്സ് ഇല്ല. അടുത്ത കാര്യം, ഒരു ഗ്രൂപ്പിനകത്താവുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ നമ്പറൊക്കെ അതിനകത്ത് ഉണ്ടാവും. പുതിയ കാലമാണ്, പുതിയ രീതികളാണ്, ഡിജിറ്റൽ മീഡിയയുടെ വലിയ സ്വാധീനമൊക്കെ ഉണ്ട്. ഓക്കെ,
എല്ലാവരും തമ്മിൽ പരസ്പരം സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നതിലൊന്നും ഒരു തെറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ എന്നാൽ പുതിയ കാലത്ത് ചില രീതികളുണ്ട്. ഇതിനകത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡി പി ഉണ്ടാവും. ചിലപ്പോ ഈ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം. ചിലപ്പോ ഒരു 22 വയസ്സുള്ള ഒരു പയ്യനുണ്ടാവും ഈ ഗ്രൂപ്പിനകത്ത്. അവൻ പിറ്റേ ദിവസം രാത്രി 9 മണിയാകുമ്പോ ഹായ് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇടും. ചേച്ചി എനിക്ക് ആ പാഠഭാഗം എടുത്തത് മനസ്സിലായിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞ് ഒരു ചേച്ചിക്ക്, ഏറ്റവും നല്ല ഡീപ്പുള്ള ചേച്ചിക്ക് മെസ്സേജ് ഇടും. അപ്പോ പിന്നെ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പില് സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് മാറും. എല്ലാവരും കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ, ആത്മാഭിമാനത്തിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയോ ഹർട്ട് ചെയ്തോ ആരെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിസ്സംശയം ആ ആളെ ഈ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും, ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നത്. പുതിയ കാലത്തെ രീതികൾ അതിലേക്ക് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഒരാളുടെ കുടുംബം നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്ന എഫക്റ്റ് ആയിരിക്കില്ല അതിന് ഉണ്ടാവുക. അതുണ്ടാക്കുന്ന ഡാമേജ് വലുതായിരിക്കും. ചില ആളുകളുടെയൊക്കെ കുടുംബത്തിലെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ വെറുതെ ഒരു ഹായ് ചെന്നിട്ട് ഊണ് കഴിച്ചോ എന്നൊരു ചോദ്യം ചെന്നാൽ തകർന്നു പോകാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ അത്തരത്തിലുള്ള പണികൾക്ക് ഒരാളും ദയവ് ചെയ്ത് മുതിരരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണത്. ഇതിന്റെ ഒരു വൈലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അടുത്ത നടപടിയായിരിക്കും സ്വീകരിക്കുക. ഒരാളുടെയും പേഴ്സണൽ ഫ്രീഡത്തിനെയോ വ്യക്തി സ്വാതന്ത്ര്യത്തിനെയോ മുറിപ്പെടുത്താനോ ഹാർംഫുൾ ആക്കാനോ നമ്മൾ അനുവദിക്കുന്നതല്ല. അത് സ്ട്രിക്റ്റ്ലി മോണിറ്ററിംഗ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വിത്ത് പ്രൂഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ വാർഡ് മെമ്പറെ നേരെ കോണ്ടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുടുംബശ്രീക്കാരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മൾ കുടുംബശ്രീയും കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മുഴുവനായിട്ട് വലിയ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ ബാങ്കുകൾക്കും കുടുംബശ്രീക്കൊക്കെ വേണ്ടിയിട്ട് പല പ്രൊജക്ടുകളും ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോ തെറ്റായിട്ടുള്ള ഒരു രീതി ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും പഠിച്ച് ജോലി നേടാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, സംശയങ്ങൾ, ആശങ്കകൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ കൊണ്ട് കോഴ്സ് നിർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നാൽ എന്നെ വിളിക്കുക. നമുക്ക് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഓക്കെ, താങ്ക് യു, ബൈ ബൈ. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു സർ. ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നമ്പർ കമന്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഇട്ടേക്കാം. 92 35 700 300.
ഹലോ.